ഹായ് എവരിവൺ, അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഫിറോസ് ഖാൻ സജിനയുടെ ചീട്ട് കീറിയിരിക്കുകയാണ്. ചീട്ട് കീറി എന്ന് പറഞ്ഞാൽ അങ്ങ് തേച്ചൊട്ടിച്ചെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇങ്ങനെ ഒരു കംബാക്ക് ഫിറോസ് ഖാൻ നടത്തുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല കേട്ടോ. തെളിവ് സഹിതം ആശാൻ പുറത്തിട്ട് സജിനയെ മൊത്തത്തിൽ അങ്ങ് എക്സ്പോസ്ഡ് ആക്കിയിട്ടുണ്ട്. ഒന്നും പറയാനില്ല. അത് നമുക്ക് അതിലേക്കൊക്കെ എന്തായാലും വരാം. ഇന്നലെ രാത്രി ഞാൻ കിടന്നപ്പോഴത്തേക്ക് ഒരു 3 മണിയെങ്കിലും ആയിട്ടുണ്ടാവും. കാരണം ഈ വീഡിയോ ഇങ്ങനെ പാർട്ട് 3 പാർട്ടായിട്ടിരിക്കുന്ന ഫസ്റ്റ് പാർട്ട്, സെക്കൻഡ് പാർട്ട്, തേർഡ് പാർട്ട്, അങ്ങനെ 3ആയിട്ട് ഇട്ടിരിക്കുന്ന ഇത് 3ഉം ഞാൻ കണ്ടു തീർത്തിട്ടുണ്ട്. ഇപ്പോഴും സംഭവം എന്താണെന്ന് ഏതാണെന്നൊന്നും അറിയാത്ത കുറച്ച് പേരുണ്ടാവും. അവർക്ക് വേണ്ടി ഞാൻ ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ബിഗ് ബോസ് മലയാളം സീസൺ 2 മത്സരാർത്ഥികളായിരുന്നു സജിനയും ഫിറോസും. ഇവര് ദമ്പതിമാരായിട്ട് തന്നെയാണ് ബിഗ് ബോസിൽ മത്സരിക്കാൻ പോയത്. എന്നിട്ട് ബിഗ് ബോസ് എല്ലാം കഴിഞ്ഞ് പുറത്തു വരുന്നതിന് ശേഷമാണ് ഇവര് ഡിവോഴ്സ് ആവുന്നത്. അപ്പോൾ ഡിവോഴ്സിന്റെ കാരണമായിട്ട് പറയുന്നത് ഈ പറയുന്ന സജിന റസൂൽ പൂക്കൂട്ടിയുമായിട്ട് അവിഹിതത്തിന് പോയതായിരുന്നു കാരണം. അതിവരെ ഡിവോഴ്സ് ആയ സമയത്ത് ഇതിനെ കുറിച്ചൊന്നും മിണ്ടിയിട്ടില്ലായിരുന്നു. വേറെ പേഴ്സണൽ കാര്യമാണെന്നാണ് പറഞ്ഞത്. പിന്നീട് സജിന റസൂൽ പൂക്കൂട്ടിയുമായിട്ടുള്ള ഒരു പോസ്റ്റ് ഇട്ടതോടുകൂടിയാണ് ഈ ഒരു വാർത്ത സോഷ്യൽ മീഡിയ മൊത്തം ഇവരെ തൂക്കിയത്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് തവണ സംസാരിച്ചു കഴിഞ്ഞതാണ്. എന്തായാലും സോഷ്യൽ മീഡിയ തൂക്കിയതോടെ സജിനയുടെ അവിഹിതം പൊളിഞ്ഞെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അങ്ങനെ ഇവരുടെ അവിഹിതം സോഷ്യൽ മീഡിയയിൽ ഒരു ചർച്ചാ വിഷയമായി മാറുന്നു. അതിനിടയ്ക്കാണ് ഫിറോസ് ഖാന് ഒരുപാട് അവിഹിതങ്ങൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് സജിന രംഗത്ത് വരുന്നത്. എന്തായാലും ആ ഒരു ആരോപണവും വൻ വൈറലായി മാറിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അങ്ങനെ കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കഴിഞ്ഞ ആഴ്ച സജിനയുടെ അക്കൗണ്ടിൽ ഒരു പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടത്. എന്താണ് ആ പോസ്റ്റ്? റസൂൽ പൂക്കൂട്ടിയിൽ താൻ 9 ആഴ്ച പ്രഗ്നന്റ് ആണ്. ആ പോസ്റ്റ് സജിനയുടെ അക്കൗണ്ടിൽ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞ് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ആ പോസ്റ്റ് ഡിലീറ്റ് ആയി. എന്തായാലും അതിനുശേഷം സജിന ഒരു എക്സ്പ്ലനേഷനുമായിട്ട് രംഗത്ത് വന്നിരുന്നു. എന്തായിരുന്നു സജിനയുടെ എക്സ്പ്ലനേഷൻ? തന്റെ അക്കൗണ്ട് ആരോ ഹാക്ക് ചെയ്തു. അങ്ങനെ ഹാക്ക് ചെയ്ത ആളിട്ട പോസ്റ്റ് ആണത്, അത് സത്യമല്ല. ആ ഒരു ന്യായീകരണം ആരും വിശ്വസിച്ചില്ല കേട്ടോ. അങ്ങനെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് സജിനയ്ക്കെതിരെ ഫിറോസ് ഖാന്റെ രംഗപ്രവേശനം. അപ്പൊ ഫിറോസ് ഖാൻ സജിനയ്ക്കെതിരെയുള്ള തെളിവുകൾ അടക്കം വന്നിരിക്കുന്നതിന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, അന്ന് ഇട്ട ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു സജിന പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞ്. ആ ഒരു കാര്യം സത്യമാണെന്ന് തെളിയിക്കാനാണ് ഇപ്പൊ ഫിറോസ് രംഗത്ത് വന്നിരിക്കുന്നത്. സജിന ശരിക്കും ഗർഭിണിയാണ്. റസൂൽ പൂക്കൂട്ടിയിൽ നിന്ന് തന്നെയാണ് സജിന ഗർഭിണിയായത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റസൂൽ പൂക്കൂട്ടിയും സജിനയും ഒരുപാട് തവണ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ശരിക്കും 3 തവണയാണ് സജിന ഗർഭിണിയായിരിക്കുന്നത്. 2 തവണയാണ് കൂടുതലും അവര് ആ ഒരു വോയിസിൽ സംസാരിക്കുന്നത്. ഈ 2 തവണ പ്രഗ്നന്റ് ആയ സമയത്ത് റസൂൽ പൂക്കൂട്ടിയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് അത് അബോർട്ട് ചെയ്തത്. അങ്ങനെ വീണ്ടും പലതവണ ഇവര് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു. ഈ ആദ്യത്തെ 2 തവണ പ്രഗ്നന്റ് ആയപ്പോഴും ആദ്യത്തെ 1 തവണ പ്രഗ്നന്റ് ആയ സമയത്ത് റസൂൽ പൂക്കൂട്ടി UAE എവിടെന്നാണോ ഒരു മെഡിസിൻ ഒക്കെ കൊണ്ട് കൊടുത്ത് അത് അബോർട്ട് ആയി പോയി. അത് കഴിഞ്ഞ് 2ാമത്തെ തവണ പ്രഗ്നന്റ് ആയ സമയം നല്ല രീതിയിൽ ഇരുന്ന് അവർക്ക് കുഞ്ഞു വേണമെന്നുള്ള രീതിയിലാണ് പ്രഗ്നന്റ് ആയത്. പക്ഷെ അതിനെയും കൊല്ലണമെന്നാണ് റസൂൽ പൂക്കൂട്ടി പറഞ്ഞത്. അന്നേരം സജിന അത് നിരസിച്ചു. റസൂൽ പൂക്കൂട്ടിയെ സംബന്ധിച്ച് എങ്ങനെയെങ്കിലും സജിനയെ തലേന്ന് ഒഴിവാക്കണം എന്നുള്ളൊരു മൈൻഡാണ്. എന്നാൽ സജിനയ്ക്ക് റസൂൽ പൂക്കൂട്ടിയിൽ നിന്ന് ഒരു കുഞ്ഞ് വേണം, ആ കുഞ്ഞിനെ വളർത്തണം എന്നായിരുന്നു. ഇവർ രണ്ടുപേരും 2 രീതിയിൽ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയതോടെ ഇവർക്കിടയിൽ പ്രശ്നങ്ങൾ വളരാൻ തുടങ്ങി. അങ്ങനെ ഇവർ തമ്മിൽ വഴക്കായി അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ വിളിച്ചു ഓരോന്ന് പറയാൻ തുടങ്ങി. ഇത് സജിന എന്ത് ചെയ്തു? ഫുള്ള് കോൾ റെക്കോർഡ് എടുത്തു. എന്നിട്ട് ഒരു യൂട്യൂബർക്ക് അയച്ചു കൊടുത്തു. ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാനായിരുന്നു സജിന അത് അയച്ചു കൊടുത്ത. പക്ഷെ ആ യൂട്യൂബർ ഫിറോസുമായിട്ട് ബന്ധമുള്ള ഒരാളായിരുന്നു. ആ യൂട്യൂബർ എന്ത് ചെയ്തു? സജിന അയച്ചു കൊടുത്ത കോൾ റെക്കോർഡ് എല്ലാം ഫിറോസ് ഖാൻ അയച്ചു കൊടുത്തു. അതെല്ലാം വെച്ചിട്ടാണ് ഫിറോസ് ഖാൻ ഇപ്പൊ രംഗത്ത് വന്നിരിക്കുന്നത്. ആദ്യമായിട്ട് റസൂൽ പൂക്കൂട്ടിയും സജിനയും തമ്മിലുള്ള ഫോൺ സംഭാഷണമാണ് ഫിറോസ് ഖാൻ കേൾപ്പിക്കുന്നത്. എന്തായാലും ആ വോയിസ് റെക്കോർഡ് ഒന്ന് കേട്ടു നോക്കാം. അപ്പം എനിക്ക് ഓൾറെഡി ആ കുഞ്ഞിനെ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാൻ തുടങ്ങിയതും, നിങ്ങൾ എനിക്ക് മെഡിസിൻ മേടിച്ചു തരാൻ തുടങ്ങിയതും, എന്നെ ആ കുഞ്ഞിന് വേണമെന്നുള്ളൊരു തീരുമാനം നമ്മൾ ന്യൂസിലെടുത്ത് തന്നെ എനിക്ക് നിങ്ങളുടെ കുഞ്ഞിന് ആവശ്യമാണ്. അത് കഴിഞ്ഞിട്ടും നമ്മൾ സന്തോഷത്തോടെയാണ്, ഒരു പ്രാവശ്യം ഉള്ളൂ ഞാനൊന്ന് ഇക്കാലത്ത് ബലമായി പീഡിപ്പിച്ച് ഇക്കാലത്ത് എനിക്ക് ഇക്കാനെ വേണമെന്നും ബലമായിട്ട് ഞാൻ ഷാദിത്തുള്ള സമയത്ത് ഞാൻ ഇക്കാലത്ത് പറഞ്ഞു. ഷാദിത്ത എന്ന് പറയുന്നത് റസൂൽ പൂക്കൂട്ടിയുടെ ഭാര്യയാണ് കേട്ടോ. ഒരു ഭാര്യ ഉണ്ടായിരിക്കുകയാണ് ഈ പറയുന്ന റസൂൽ പൂക്കൂട്ടി സജിനയുമായിട്ട് ഡിംഗോളിഫിക്കേഷൻ കളിച്ച് നടന്നത്. വല്ലാത്തൊരു മനുഷ്യൻ കേട്ടോ. ബാക്കി കൂടെ കേട്ടോക്കാം. അത് ഇതൊന്നും അല്ല, ഇതിന് 2 മാസം മുന്നേ ആണത്. ഈ പ്രാവശ്യം, അതായത് കഴിഞ്ഞ മാസം, അതായത് ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മൾ സന്തോഷത്തോടെ ഫിസിക്കൽ അറ്റാച്ച്മെന്റ് ആയപ്പോഴാണ് ഈ കുഞ്ഞായത്. അല്ലാതെ ഞാൻ നിങ്ങളെ പീഡിപ്പിച്ചോ, ഞാൻ നിങ്ങളെ അബ്യൂസ് ചെയ്തോ, നിങ്ങളിരിക്കുന്ന സാധനം എടുത്തിട്ട് എന്റെ അടുത്ത് വെച്ചിട്ട് എനിക്ക് കുഞ്ഞിനുണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. നിങ്ങൾ എനിക്ക് ഉള്ളിൽ തന്നിട്ടുണ്ടായിരുന്നല്ലോ കുഞ്ഞൊരുണ്ടായത്. ഞാനൊരു കാര്യം പറ്റേ, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന ഒരു കുട്ടിയല്ല. ഇവരെ കൊല്ലാൻ വേണ്ടി ദേഷ്യപ്പുറത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും, അവര് സത്താലും കുഴപ്പമില്ല, എനിക്കിത് മതി, എനിക്ക് പൈസ മതി. ഓവർ കുബുദ്ധി, ഇക്കാടെ ഓവർ കുബുദ്ധിയാണ് നിങ്ങളെ ലൈഫിൽ ഇപ്പോൾ. ഞാൻ പറഞ്ഞു. അപ്പോ നിങ്ങളുടെ ഓവർ കുബുദ്ധിയാണ് ഇവിടെ ഇത്രയും പ്രശ്നങ്ങൾ വരുത്തി വെച്ചതെന്ന് സജിന റസൂൽ പൂക്കൂട്ടിയോട് പറയുന്നുണ്ട്. അതെന്താണ് അങ്ങനെ പറയാൻ കാരണമെന്ന് വെച്ചാൽ, അപ്പൊ സജിന ഗർഭിണിയായ സമയത്ത് റസൂൽ പൂക്കൂട്ടിയുടെ ആഗ്രഹം ആ കുഞ്ഞിനെ നശിപ്പിക്കാനായിരുന്നു. എന്നാൽ സജിനയ്ക്കോ കുഞ്ഞിനെ വളർത്തണമെന്നായിരുന്നു ആഗ്രഹം.
അത് കാരണം അവർ തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. ആ സമയത്താണ് സജിനയുടെ കുറച്ച് സുഹൃത്തുക്കളെ റസൂൽ പൂക്കുട്ടി വിളിച്ചത്. എന്നിട്ട് അവരുടെയൊക്കെ സപ്പോർട്ട് പുള്ളിക്കാരെ തേടി. അങ്ങനെ റസൂൽ പൂക്കുട്ടി അവരോടൊക്കെ ഈ കുഞ്ഞിനെ നശിപ്പിക്കാനുള്ള രീതിയിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ കൊടുത്തു. സജിനയെ കുറിച്ച് ഓരോ കാര്യങ്ങൾ, സജിന വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കും അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ ഈ ഫ്രണ്ട്സിനോട് വിളിച്ചു പറഞ്ഞു. ആ ഫ്രണ്ട്സിനെ വിളിച്ച് പറഞ്ഞ കാര്യം റസൂൽ പൂക്കുട്ടി സജിനയോട് പറഞ്ഞു. അത് കേട്ടപ്പോൾ സജിനയ്ക്ക് ഭയങ്കര ദേഷ്യമായി. അങ്ങനെയാണ് മുട്ടം വഴക്കായത്. എനിക്ക് തോന്നുന്നു റസൂൽ പൂക്കുട്ടിയിൽ നിന്നും പ്രഗ്നന്റ് ആയെന്നുള്ള ഒരു കാര്യം സജിന മനഃപൂർവ്വം പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ആ ഒരു ദേഷ്യത്തിന്റെ പുറത്ത് ഇട്ടുപോയതായിരിക്കണമെന്നാണ് എന്റെ ഒരു ഇത്. എന്നിട്ട് അവസാനം അത് ഡിലീറ്റ് ചെയ്തിട്ട് വന്ന് പറഞ്ഞേക്കുവാണ് അക്കൗണ്ട് ആരോ ഹാക്ക് ചെയ്തത്. എന്ത് രക്ഷിക്കാൻ ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങളെ ഓവർ കുബുദ്ധിയാണ് നിങ്ങളെ ലൈഫിൽ നമ്മളെ കാര്യം വരെ പുറത്ത് വന്നതും. എനിക്ക് എത്രയോ നാളുകളായിട്ട് നീ നിന്റെ കൂട്ടുകാരുടെ പറഞ്ഞോണ്ടിരിക്കുന്ന കാര്യമാണ്. എന്ത് പറഞ്ഞോണ്ടിരിക്കുന്ന കാര്യമാണ്? എന്തോന്ന് റസൂൽക്ക നിങ്ങളെ വൈഫിന്റെ അടുത്ത് പറഞ്ഞ പ്രഗ്നന്റ് കാര്യം പറഞ്ഞേ പറ്റത്തുള്ളൂ റസൂൽക്ക. ഇനി അല്ലല്ല ഇനിയിപ്പോ എനിക്ക് പറ്റത്തില്ല അമ്മ. ഞാൻ എത്രയോ ക്ഷമിക്കുന്നുണ്ട് അമ്മ. എല്ലാം ഞാൻ കുടുംബക്കാരെ വിട്. എന്നിട്ട് ഇയാൾ നമ്മളെന്നെ സംസാരിച്ചതിന് ശേഷമല്ലേ ഇയാൾ അവരെ വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചത്? ഒരിക്കലും ഞാനും നീയും ഒരുമിച്ച് നിൽക്കേണ്ട ആവശ്യകത നീ ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. അത് ഞാനല്ലല്ലോ മനസ്സിലാക്കുന്ന റസൂൽ പൂക്കുട്ടി. ചതിച്ചുണ്ടാക്കി എന്നുള്ളൊരു ഡയലോഗ് ഉമ്മയുടെ നേരത്തെ പറഞ്ഞു നിങ്ങള്. ഞാൻ സജിന ഇങ്ങനെ ഞാൻ അത് നിർബന്ധിച്ച് പിടിച്ചുണ്ടാക്കിയെന്ന് പറഞ്ഞു. നിർബന്ധിച്ച് പിടിച്ചുണ്ടാക്കാൻ നിങ്ങൾ ഇരിക്കുന്ന സാധനം എനിക്ക് അടുത്ത് ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. അതും സ്നേഹത്തോടെ നമ്മൾ ഈ പ്രാവശ്യം വിവാന്ത കാലിക്കട്ടുള്ള വിവാന്തയിൽ നമ്മൾ പോയതും അവിടെ നിന്ന് നമ്മൾ ട്രാവൽ ചെയ്തതും ഇതെല്ലാത്തിനും ഉണ്ടല്ലോ. ഞാൻ അതിന് വലിയ ഷോക്കായിരുന്നു. വളരെ ഷോക്ക്ഡോ? എന്ത് നിങ്ങൾ കുഞ്ഞു പോയുണ്ടോ വിചാരിക്കുന്നത്? കാരണം എനിക്ക് മറ്റേ ലണ്ടനിൽ നിന്ന് യുഎഇ നിന്ന് എനിക്ക് മെഡിസിൻ എടുത്തുകൊണ്ട് വരുന്നു കുഞ്ഞിന് കൊടുക്കാനുള്ള പ്രൊട്ടക്ട് ചെയ്യുക, കുഞ്ഞിന് എത്രയും കെയറിംഗ് ആയിട്ട് ചെയ്യണം എന്നുള്ള സാധനങ്ങൾ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മ്യൂച്വലായിട്ട് എടുത്തൊരു തീരുമാനം കുഞ്ഞിനെ കണ്ടിന്യൂ ചെയ്യുന്നു പറഞ്ഞതിന് ശേഷം അത്രയും കെയറിംഗ് ആയിട്ട് നിന്ന ഒരാള് എന്റെ വീട്ടിൽ നിന്നാലും എന്റെ ഇവിടുന്ന് പറയുമ്പോഴായാലും നിങ്ങൾ എന്റെ വീട്ടുകാരോട് പറയുന്നത് അതെങ്ങനെയെങ്കിലും അതിനെ കൊല്ലാൻ നോക്ക്, ആ കുഞ്ഞിനെ കൊല്ലാൻ നോക്ക്. വേണ്ട എങ്കിൽ ആദ്യം ഒന്ന് അബോട്ട് ആയതാണല്ലോ. അപ്പൊ ഞാൻ പറയുന്നു ശരി പ്രൊട്ടക്ഷൻ എടുക്കുന്നത് എനിക്കത് ഇഷ്ടമല്ല എന്ന് ഞാൻ പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ നിങ്ങളെ സേഫ്റ്റി നോക്കിക്കൂടായിരുന്നോ? അപ്പം നിങ്ങൾക്ക് ഇനി ഒരു കുഞ്ഞുണ്ടാവുന്നുള്ളത് അറിയാമല്ലോ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ആ ഒരു കുഞ്ഞുണ്ടാവുമ്പോൾ ഞാനത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ആ ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ഇനി ഒരു കുഞ്ഞുണ്ടായാൽ ഞാൻ കളയിലേക്കാ, എനിക്കത് പറ്റത്തില്ല. കാരണം ഞാൻ അന്ന് പോലും ആ ഒരു കോമയിൽ പോയത്, ഈ കുഞ്ഞ് പോയപ്പോ പോലും ഞാൻ എനിക്കറിയാം ഞാൻ അത് ഭയങ്കര മാനസികമായിട്ട് വിഷമിച്ചിരുന്നു. ഞാൻ അതിന് എനിക്കൊരു കുഞ്ഞിനെ തന്നത്, വീണ്ടും ഒരു കുഞ്ഞിനെ അല്ല തന്നത്, അല്ലായിട്ടാ തന്നത് എനിക്കത്. അല്ലാതെ ഇപ്പൊ നമ്മൾ കറക്റ്റ് നിങ്ങളെ പീഡിപ്പിച്ച് മേടിച്ച് സാധനങ്ങൾ എടുത്ത് ഞങ്ങളോട് ഇൻജെക്ട് ചെയ്ത സാധനം അല്ലല്ലോ ഞാനത്. നമ്മൾ സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് നമ്മൾ ഒരു ഭാര്യയും ഭർത്താവുമായിട്ട് നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് ചെയ്യുന്നത് എങ്ങനെയാണോ അതുപോലെ നമ്മൾ ചെയ്തിട്ടാണോ നമുക്കിത് വന്നത്. അല്ലാതെ നിങ്ങളെ പീഡിപ്പിച്ചു എന്ന് പറയുന്നത്. ഒരു കാര്യം ഇതൊക്കെ എന്റെ മനസ്സിൽ കിടക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ ചോദിക്കട്ടെ പൂക്കുട്ടി, നിങ്ങൾക്ക് കുഞ്ഞിനോട് ആത്മാർത്ഥ ഒരു തന്തയെന്നുള്ളൊരു സാധനം നിങ്ങളിൽ ഉണ്ടെങ്കിൽ ഉണ്ടായിരുന്നു ഉറപ്പായിട്ട് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു. ആ കുഞ്ഞിനെ കൊല്ലാൻ നടക്കുന്നത് നിങ്ങളെ ഞാൻ നിങ്ങളടുത്ത് പറയണോ? ആ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി നടന്ന നിങ്ങളടുത്ത് ഞാൻ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പൂശം എന്ന് പറയുന്നത്. ഈ വോയിസ് കേട്ടപ്പോ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായല്ലോ. എന്നാലും എന്തൊരു മന്ദബുദ്ധിയാണ് ഈ സജിന എന്ന് പറഞ്ഞാലോ. കുറച്ച് ബുദ്ധി പോലും ഇല്ലല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ സംസാരിച്ചിട്ട് അത് റെക്കോർഡ് ചെയ്ത് യൂട്യൂബർക്കൊക്കെ അയച്ചു കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ ഇരിക്കുന്നു ഇവരുടെ ബുദ്ധി എന്ന് ആലോചിച്ചു നോക്കൂ. എന്തെങ്കിലും ഒരു ചെറിയ ബുദ്ധി ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പരിപാടി ചെയ്യുമോ? എന്തൊരു പൊട്ടത്തെയാന്ന് ആലോചിച്ച് നോക്ക്. പക്ഷെ അതുകൊണ്ട് എന്തായി, കറക്റ്റ് ഈ തെളിവൊക്കെ കിട്ടേണ്ടവര് തന്നെ കിട്ടിയിട്ടുണ്ട്. അതാണെങ്കിൽ അവൻ ബുദ്ധിയുള്ളവനായിരുന്നു, അത് കൃത്യസമയത്ത് അവൻ ഉപയോഗിക്കുകയും ചെയ്തു. ശരിക്കും സജിന അയച്ചു കൊടുത്ത ആ ഒരു യൂട്യൂബർ എന്തായാലും ഒറ്റന്ന് പറഞ്ഞാൽ മതി. എന്തായാലും അവൻ ചെയ്തത് നല്ല കാര്യം തന്നെ, ഒരു പൂമാലയിട്ട് പൂജിക്കണം അവന്. എന്തായാലും ഈ വോയിസ് ഒക്കെ പുറത്ത് വിട്ടതിന് ശേഷം സജിനയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഫിറോസ് പറയുന്നുണ്ട്. മെയിനായിട്ട് ഫിറോസ് പറയുന്നത് സജിനയുടെ ആദ്യത്തെ അവിഹിതമൊന്നുമല്ല ഈ പറയുന്ന റസൂൽ പൂക്കുട്ടി. ഇതിനു മുമ്പേ ഒരുപാട് അവിഹിതങ്ങൾ സജിനയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. അത് ഓരോന്നോരോന്നായിട്ട് എണ്ണി ഫിറോസ് പറയുന്നുണ്ട്, വിത്ത് പ്രൂഫ് ഉൾപ്പെടെ. ഫോട്ടോസ് ഉണ്ട്, അതിന്റെ ഓരോ വീഡിയോസ് ഉണ്ട്, കോൾ റെക്കോർഡ് ഉണ്ട്, എല്ലാം സഹിതമാണ് പറയുന്നത്. പിന്നെ എങ്ങനെ വിശ്വസിക്കാതിരിക്കും? അപ്പൊ അതിലെ ആദ്യത്തെ അവിഹിതം എന്ന് പറയുന്നത് ഇവരുടെ രണ്ടുപേരുടെ സെക്കൻഡ് മാരേജ് ആണ്. വിവാഹത്തിന് മുമ്പ് സജിന ചെയ്ത പരിപാടി എന്താണെന്ന് അറിയോ? 17 വയസ്സുള്ള സമയത്ത് ഒരു ഹിന്ദു ഏതോ ഒരു പയ്യനുമായിട്ട് ഒളിച്ചോടി കല്യാണം കഴിച്ചു. എന്നിട്ട് തിരിച്ചു വന്ന് നമ്മുടെ മുസ്ലിം ആചാരപ്രകാരം ആ ചെറുക്കൻ മതം മാറ്റി കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം അതെന്തോ വിഷയം വന്ന് അതിലൊരു കുട്ടി ഉണ്ടായി, അങ്ങനെ അത് ഡിവോഴ്സായി. പിന്നെ അത് കഴിഞ്ഞിട്ട് സജിനയുടെ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു വീട്ടില് നിയാസ് എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരനുമായിട്ട് റിലേഷൻഷിപ്പിലുണ്ട്. ആ സമയത്താണ് ഈ നിയാസിന്റെ മ്യൂച്വൽ ഫ്രണ്ട് ആയിട്ട് നമ്മുടെ ഫിറോസ് ഖാൻ കിടന്നത്. അങ്ങനെ ഫിറോസ് ഖാനുമായിട്ട് പിന്നെ സജിന
കമ്മ്യൂണിക്കേഷൻ ചെയ്തു. ആൽബത്തിലോ എന്തിലോ ചാൻസ് തരാവോ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ പുള്ളിക്കാരൻ ഓക്കെ ആയി. ഇവർ തമ്മിൽ പിന്നെ ഭയങ്കര സൗഹൃദമായി. പിന്നെ അത് പ്രണയത്തിലേക്ക് മാറി. അത് കഴിഞ്ഞതിന് ശേഷം ഇവര് തമ്മിൽ കല്യാണം ഉറപ്പിച്ച സമയത്ത് നിയാസിനോട് വിളിച്ച് ഫിറോസ് ചോദിച്ചു, ഞാൻ കല്യാണം കഴിക്കാൻ പോവാണ്, എങ്ങനെയുണ്ട് ആ കുട്ടി എന്ന് ചോദിച്ചപ്പോൾ നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നു. അങ്ങനെയാണ് ആ നഗ്ന സത്യം ഇതാകുന്നത്. ഒരു 6 മാസം കഴിഞ്ഞതിന് ശേഷം, വിവാഹം കഴിഞ്ഞ് ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ സജിനയുടെ ചാറ്റ് പൊക്കി. ആരാണ് കാമുകൻ? ഒരു കാമുകൻ ഉണ്ടായിരുന്നു. ആരാണ് കാമുകൻ? ഈ പറയുന്ന നിയാസ് ആയിരുന്നു. ഇവര് കല്യാണം കഴിഞ്ഞ പോലെ തന്നെയായിരുന്നു നിയാസും സജിനയും. ഇവർ വീട്ടിൽ വരികയും പോവുകയൊക്കെ ചെയ്ത് കല്യാണത്തിന് മുമ്പ്. അത് കല്യാണം കഴിഞ്ഞ് 6 മാസമായിട്ട് അത് തുടരുന്നെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഫിറോസ് ഭയങ്കരമായിട്ട് തകർന്നുപോയി. അപ്പൊ എന്തായാലും നമുക്ക് ഫിറോസ് അതിനെക്കുറിച്ച് പറയുന്നൊന്ന് കേട്ടു നോക്കാം. ഞങ്ങൾ വിവാഹം കഴിച്ചൊരു 5-6 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ഇവളുടെ മൊബൈലിൽ നിന്ന് എനിക്ക് കുറച്ച് ചാറ്റുകൾ കണ്ടു. അത് ഈ നിയാസും ഇവളുമായിട്ടുള്ള കോൺവെർസേഷനാണ്. അപ്പം കഥ ഇതാണ്. എന്നോട് ചിലർ എൻ്റെ അടുത്ത് സൂചിപ്പിച്ചിരുന്നു ഓൾറെഡി ഈ നിയാസുകളുമായിട്ട് കണക്ഷൻ ഉണ്ടെന്നുള്ള ആ ഏരിയയിൽ തന്നെയുള്ള ചില എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞിരുന്നു. പക്ഷെ ഞാൻ അന്നത് വിശ്വസിച്ചില്ല. അപ്പോൾ അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഈ ചാറ്റിനകത്ത് വളരെ മോശമായിട്ടുള്ള ചാറ്റ്, അത് ഒരു ഭർത്താവും കാണാൻ പാടില്ലാത്ത രീതിയിലെ ചാറ്റുകളും. അപ്പോൾ അതിൽ നിന്ന് തന്നെ തെളിഞ്ഞു ഇവരുടെ പഴയ ജീവിതത്തിൻ്റെ കാര്യങ്ങളും ഇവരുടെ പ്രണയത്തിൻ്റെ കാര്യങ്ങളും. അപ്പോൾ അതൊരു നല്ല ഷോക്കുള്ളൊരു കാര്യം തന്നെയായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ വെച്ചിട്ട് അന്ന് കുഞ്ഞൊന്നും ആയിട്ടില്ല. അപ്പോൾ ആ സമയത്ത് ഞാൻ എനിക്ക് ഡിവോഴ്സ് വേണം, നമുക്ക് പിരിയാം, ഇതൊരിക്കലും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ ഇവള് പല രീതികളുടെ അഭിനയം, കരഞ്ഞഭിനയിക്കും എല്ലാം ഞങ്ങൾ പറ്റില്ലെന്ന് ഉറപ്പിച്ചു തന്നെ ഞാൻ പറഞ്ഞു. കാരണം ഒന്നാമത്തെ ജീവിതം അങ്ങനെയായി, എനിക്ക് രണ്ടാമത്തെ ജീവിതം എടുത്തത് എനിക്ക് ഇനിയിപ്പോൾ ഒരു വിവാഹത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല, ഇത് എനിക്ക് ഇവളോട് നിർത്താം, എനിക്ക് അങ്ങനെ വേണം, തലവേദന എടുക്കാൻ വയ്യെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇവൾ ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു ബ്ലേഡ് എടുത്തിട്ട് കയ്യിൽ കട്ട് ചെയ്തു. ഒരു 2-3 ഇങ്ങനെ ടക്ക് 2-3 കട്ട്. അപ്പോഴത്തേക്ക് ബ്ലഡ് പമ്പ് ചെയ്ത് ഞാൻ ആകെ പാനിക്കായിപ്പോയി. അങ്ങനെ ലാസ്റ്റ് അവളെ ശരി പോട്ടെ, ഇനി ഉണ്ടാവരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും മുന്നോട്ട് പോയി. ഓക്കെ, കൈ മുറിച്ചതിന്റെ പാട് മുമ്പ് സജിനയുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് സജിന പറഞ്ഞത് ഫിറോസ് ഖാന്റെ അവിഹിതം പൊക്കിയത് കൊണ്ട് ആ ഒരു മനസ്സിന്റെ വേദനയിൽ മുറിച്ചതാണെന്നാണ് പറഞ്ഞത്. അപ്പൊ ഇപ്പൊ ഫിറോസ് ഖാൻ പറയുന്നത് എന്തുവാ? സജിനയുടെ അവിഹിതം പൊക്കിയ സമയത്ത് ഫിറോസ് ഡിവോഴ്സ് ചെയ്യുമെന്നായപ്പോഴത്തേക്ക് ആ ഒരു ദേഷ്യത്തിന് പുള്ളിക്കാരൻ ഞരമ്പ് മുറിച്ചതാന്നാ പറയുന്നത്. എന്തായാലും കൊള്ളാം. അയൽവാസി ചെക്കനുമായിട്ട് ആദ്യത്തെ അവിഹിതം. അവിടെ നിന്ന് അങ്ങോട്ട് ഈ സജിനയുടെ ലൈഫിലെന്ന് പറഞ്ഞ അവിഹിതങ്ങളുടെ ഘോഷയാത്ര തന്നെയായിരുന്നു. എത്ര എണ്ണമാണ് തെളിവ് സഹിതം ഫിറോസ് പറയുന്നതെന്ന് അറിയോ? ഇതിപ്പോ ഫിറോസിന് അറിയാവുന്നത്, ഫിറോസിന് അറിയാത്ത എത്രയോ പേരുണ്ടാവും. അങ്ങനെ അയൽവാസിയുമായിട്ടുള്ള അവിഹിതം പൊക്കിയ സമയത്ത് ഡിവോഴ്സ് ചെയ്യും, ഫിറോസ് ഡിവോഴ്സ് ചെയ്തതായപ്പോഴത്തേക്കും പുള്ളിക്കാരി ആ പരിപാടി അങ്ങ് നിർത്തിവെച്ചു. അങ്ങനെ ഇരിക്കെയാണ് സജിനയ്ക്ക് ഒരു ആൽബത്തിന് അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഒരു അവസരം വരുന്നത്. അങ്ങനെ അവിടെ വെച്ച് ഈ ആൽബത്തിന്റെ ഡയറക്ടറുമായിട്ട് അവിഹിതത്തിൽ ഏർപ്പെടും. കുറച്ച് ഫിറോസ് പറയുന്നുണ്ട്, കേട്ടു. അങ്ങനെ ഇരിക്കുമ്പോൾ കുഞ്ഞിന് 2 വയസ്സായി. കുട്ടിയൊക്കെ ആയതിനു ശേഷം നമ്മൾ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് മാറിയിട്ട് വേറെ ഫ്ലാറ്റിലേക്ക് താമസമായി. അവിടുന്ന് തൊട്ടടുത്ത ഫ്ലാറ്റിലെ ഒരു സിനിമയുമായി, ഈ സിനിമയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. ഹസ്ബൻഡ് അസോസിയേറ്റ് ഡയറക്ടറാണ്, ഇവർ അസിസ്റ്റന്റായിട്ട് വർക്കുകളൊക്കെ ചെയ്യുന്നതാണ്. അങ്ങനെ ഇവർ മലപ്പുറത്ത് ഒരു ആൽബത്തിന്റെ വർക്കുമായിട്ട് ആ സമയത്ത് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നതാണ്. ഞങ്ങളുടെ വീടോട്ട് നല്ല അടുപ്പമായി ഈ 2 പേരും. അങ്ങനെ സജിനയുടെ ഈ അഭിനയമോഹം കാരണം സജിന അവരുടെ അടുത്ത് ആ കുട്ടിയെടുത്ത് ഇങ്ങനെ അവരൊക്കെ നല്ല ഫ്രണ്ട്ഷിപ്പായി. അങ്ങനെ ഈ ആൽബത്തിൽ അഭിനയിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് സജിനയെ മലപ്പുറത്ത് കൊണ്ടുപോവുകയാണ്. മലപ്പുറം ഒരു പുതുക്കാട് അങ്ങനെ പറഞ്ഞ സ്ഥലത്ത്, കോട്ടയ്ക്കൽ പുതുക്കാട് എന്നൊരു സ്ഥലത്ത് കൊണ്ടുപോകണം. അവരവിടെ ആൽബം പോകുന്നു. അപ്പം ഒരു ആൽബത്തിന്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. ഇവർ വരുന്നു, ഒരാഴ്ച ഒക്കെ അവിടെ കാരണം ഒരു പാട്ടിനൊക്കെ ഒരാഴ്ച എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ എനിക്കെന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നു. അങ്ങനെ സജിന വരുന്നു. ഞാൻ ഈ മൊബൈലൊക്കെ ചെക്ക് ചെയ്ത് നോക്കുന്നു. ആദ്യമൊന്നും കണ്ടില്ല. പക്ഷെ പയ്യെ എനിക്ക് മനസ്സിലായി അതിനകത്ത് അതിൻ്റെ ഡയറക്ടറുമായിട്ട് സജിന പ്രണയത്തിലാണെന്നുള്ളത്. അങ്ങനെ ഞാനത് പിടിക്കുകയാണ്. അത് ഷാനിഫ് ഐരൂർ എന്നാണ് അവന്റെ പേര്. ഗുഡ് ഈവനിങ്. ഷാനിഫ് ഐരൂരാണ്. ഒരു പ്രൊജക്ടിന്റെ ലൊക്കേഷനിലാണ് എല്ലാവരും ഉള്ളത്. ഒരുപാട് പ്രത്യേകത നിറഞ്ഞിട്ടുള്ള ഒരുപാട് കണ്ടില്ലേ സജിനാത്താന്റെ ചിരി. എന്തായാലും ഈ ഒരു അവിഹിതം ഫിറോസ് പൊക്കിയതോടുകൂടി ആ പ്രൊഡ്യൂസർ അവിടെ നിന്ന് സ്കൂട്ടായി. അങ്ങനെ എന്തായാലും സജിന അവിടെ കൊണ്ടൊന്നും നിർത്തിയില്ല കേട്ടോ. ആൽബത്തിന്റെ ഡയറക്ടർ പോലെ പ്രൊഡ്യൂസർ ഉണ്ടല്ലോ, അങ്ങനെ പ്രൊഡ്യൂസറുമായിട്ട് പുള്ളിക്കാരി അവിഹിത ബന്ധത്തിൽ ഏർപ്പെടും. അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുക മാത്രമല്ല കേട്ടോ, പുള്ളിക്കാരനോടൊപ്പം ഒളിച്ചോടുകയും ചെയ്തു. അതിനെ കുറിച്ച് ഫിറോസ് പറയുന്നത് കേൾക്കാം. ഇതിലെ ട്വിസ്റ്റ് എന്ന് പറയുന്നത്, ഈ ഷാനിഫ് ഐരൂര് അതിന്റെ ഡയറക്ടറായിരുന്നു. അത് കഴിഞ്ഞ് എന്റെ പ്രൊഡ്യൂസർ നജീം കല്ലറ പാകിസ്ഥാൻ മുക്കിലുള്ള ഒരുത്തനാണ്. അവനാണ് ഈ ആൽബത്തിന്റെ പ്രൊഡ്യൂസർ. അപ്പോൾ അവൻ ഈ മലപ്പുറത്ത് വന്ന്, കോട്ടയ്ക്കൽ പുതുക്കാട് വന്ന്
സെറ്റിലായിരിക്കുകയാണ്. ഇങ്ങനെ ഈ സ്ഥിരം ഇങ്ങനെ ആൽബം ചെയ്യുന്നവരോ പെൺപിള്ളേരെ കൊണ്ടുവന്നു ഇങ്ങനെയൊക്കെ ആൽബം ചെയ്യുന്നവർ ഒരു ടീമാണ്. അങ്ങനെ ഇവൻ എന്തോ അവൻ്റെ ബാങ്കിൽ 1 കോടി രൂപ കിടപ്പുണ്ട്, ഇവനിപ്പോൾ ആരുമില്ല ഇവന് അതൊക്കെ പറഞ്ഞിട്ട് കുറേ സ്ഥിരം ചില ടീമുകൾ അടിക്കുന്ന നാടക ഡയലോഗ് ഉണ്ടല്ലോ, അതൊക്കെ അടിച്ച് ഇവന് ഒരു സ്നേഹത്തിന് വേണ്ടി കുതിക്കുന്നതാണ്. മറ്റേ ഭയങ്കര സാധനങ്ങൾ ഇതൊക്കെ അടിച്ചിട്ട് ഇവളുമായിട്ട് കണക്റ്റഡ് ആകുന്നു. അവസാനം ഒരു സുപ്രഭാതത്തിൽ സജിന ഇവന്റെ കൂടെ ഒളിച്ചോടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എന്തായാലും ഒളിച്ചോടി പുള്ളിക്കാരി. അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഫിറോസിനെ വേണ്ട, നജീബിനെ മതി എന്നും പറഞ്ഞ ഒരു മുദ്രപത്രത്തെ എഴുതി കൊടുക്കുന്നുണ്ട് സജിന. അത് നജീബ് എന്ന് പറയുന്നവൻ എന്ത് ചെയ്തു, ഫിറോസിന് അങ്ങോട്ട് അയച്ചു കൊടുത്തു. മുദ്രപത്രത്തിൽ എഴുതുന്ന ഒരു വീഡിയോയും കൂടി നജീബ് ഫിറോസിന് അയച്ചു കൊടുത്തിട്ടുണ്ട്. എന്തായാലും ആ വീഡിയോ ഭാഗ്യം കൊണ്ട് ഇപ്പോഴും അത് ഫിറോസിന്റെ കയ്യിലുണ്ടായിരുന്നു. ഗൂഗിൾ ക്ലൗഡിലെങ്ങാണ്ട് സേവ് ആയി കിടന്നെന്നാണ് പറയുന്നത്. എന്തായാലും നമുക്ക് അതൊന്ന് കണ്ടുനോക്കാം. 8 വർഷങ്ങൾക്ക് മുന്നേ അയച്ച ആ വീഡിയോ ആണ്. അതൊക്കെ ഡിലീറ്റ് ചെയ്ത് പോയെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇപ്പോൾ അത് ഐക്ലൗഡിലുണ്ടായിരുന്നു. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. എന്റെ സ്വന്തം ഇഷ്ടത്തിലാണ് ജീവിക്കുന്നത്. ഇത്രയും വ്യക്തമായിട്ട് ഞാൻ എഴുതിയിട്ട് ഫിറോസിനോട് ജീവിക്കാൻ ഒക്കെ വട്ടുണ്ടോ? എന്റെ സ്വന്തം ഇഷ്ടത്തിൽ ഞാൻ ഇറങ്ങി വന്ന് സ്വന്തം ഇഷ്ടത്തിൽ എഴുതി. എനിക്ക് നാളെ കാലത്ത് എന്റെ ലൈഫിൽ, നമ്മളെ ലൈഫിൽ ഒരിക്കലും ഒരു ബാധ്യത ആവില്ല ഫിറോസ്. അതിന് വേണ്ടിയിട്ട് എഴുതി. ഓക്കെ, നീ എന്തെങ്കിലും കണ്ടില്ലേ? ഇതിൽ എനിക്ക് പറയാതിരിക്കാൻ പറ്റാത്ത ഒരു കാര്യമുണ്ട്. ഈ ചിരിയാണ് അവളുടെ ഹൈലൈറ്റ്. ഈ ചിരിയിലായിരിക്കും എല്ലാരെയും വീഴ്ത്തിയത്. എന്തായാലും ഇതിന്റെ ഒരു വലിയ കോമഡി എന്താണെന്ന് വെച്ചാൽ, ഈ മുദ്രപത്രത്തിൽ എഴുതി കൊടുത്തിട്ട് കുറെ നാള് പുള്ളിക്കാരന്റെ കൂടെ കഴിഞ്ഞു. പുള്ളിക്കാരനെ ഇവളെ ഉപേക്ഷിച്ചങ്ങ് പോയി. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഫിറോസ് ഖാൻ എന്ന് പറഞ്ഞ് പിന്നെയും സജിന ഫിറോസ് ഖാനെ വിളിക്കുകയായിരുന്നു. എനിക്ക് ഫിറോസ് ഖാനെ വേണ്ടെന്ന് പറഞ്ഞ് മുദ്രപത്രത്തിലൊക്കെ എഴുതി കൊടുത്തിട്ട് മറ്റൊരുത്തന്റെ കൂടെ പോയവളാണ്. എന്നിട്ട് വീണ്ടും ഫിറോസ് ഖാൻ എന്ന് പറഞ്ഞ് ഓടി വന്നു. പക്ഷെ ഒന്ന് ആലോചിക്കണം, ആ ഫിറോസ് അവളെ സ്വീകരിച്ചു എന്നുള്ളതാണ്. ഇത്രയും അനുഭവങ്ങളൊക്കെ ഉണ്ടായതല്ലേ, അതുകൊണ്ട് ഇനിയെങ്കിലും അവള് നന്നാവൂന്ന് വിചാരിച്ചാണ് ഫിറോസ് സ്വീകരിച്ചത്. പക്ഷെ അവിടെ നടന്നത് വേറൊന്നായിരുന്നു. വീണ്ടും അടുത്ത ആളുമായിട്ട് അവിഹിതത്തിൽ ഏർപ്പെടും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇവള് ബിഗ് ബോസിൽ നിന്ന് പോയി വന്നതിന് ശേഷം സജിനയ്ക്ക് കുറെ സീരിയലുകളിലൊക്കെ അഭിനയിക്കാൻ അവസരം കിട്ടി. അവിടെ വെച്ചൊരു സിനിമാ സംവിധായകനുമായിട്ട് പുള്ളിക്കാരി അവിഹിതത്തിൽ ഏർപ്പെട്ടു. അതിനെക്കുറിച്ചും ഫിറോസ് പറയുന്നുണ്ട്, അത് കേട്ടു നോക്കാം. അങ്ങനെ ബിഗ് ബോസ് കഴിഞ്ഞ് വന്നു. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ സീരിയലിലൊക്കെ അഭിനയിക്കുന്നു. ഇപ്പോൾ കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് ഒരു കൃഷ്ണമമ്മി എന്ന് വിളിക്കുന്ന ഒരു ആർട്ടിസ്റ്റിനെ പരിചയപ്പെടുന്നിട്ട് കണ്ടിട്ടുള്ള അവരുടെ ഫ്രണ്ടാണ് വിമൽ, RS വിമൽ. അവന് മീറ്റു കേസിലൊക്കെ അവന് നേരത്തെയും അവന് പിടിക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ RS വിമൽ എന്ന് നിന്റെ മൊയ്തീൻ എന്ന് പറഞ്ഞൊരു പടം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു പടം മാത്രമേ ഡയറക്റ്റ് ചെയ്തുള്ളൂ. അതിൻ്റെ പ്രൊഡ്യൂസർ കുത്തുവള എടുത്തെങ്കിലും ഇവൻ അതിൽ നിന്ന് കോടികളുണ്ടാക്കി ഫ്ലാറ്റ് വാങ്ങി സ്റ്റുഡിയോ ഉണ്ടാക്കി ആ ഫ്ലാറ്റിനകത്ത് ഒരു ഏകദേശം 1 കോടിയോളം വരുന്ന തന്നെ ഇന്റീരിയറൊക്കെ ചെയ്ത് ആ പ്രൊഡ്യൂസർ കുത്തുവള എടുപ്പിച്ച് വിട്ടു. 10 വർഷമായിട്ട് അടുത്ത പടം ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു പക്ക ഫ്ലോറാണ്. ഓരോ പടങ്ങളുടെ ട്രailer അങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ പടങ്ങളിൽ ചാൻസ് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഓരോ സ്ത്രീകളെ വിളിച്ചിട്ട് ഉപയോഗിക്കലാണ് എൻ്റെ പരിപാടി. അങ്ങനെ സജിനയും ഇവനുമായിട്ട് പ്രണയത്തിലാവുന്നു. അവരുടെ പ്രണയത്തിലായി കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് ഞാനത് പിടിക്കുന്നത്. അപ്പോൾ പിടിക്കുമ്പോഴത്തേക്ക് ഇവർ അതിന് മുമ്പേ തന്നെ പലയിടത്ത് വെച്ച് മീറ്റ് ചെയ്യുന്നു. ഒരു സ്ഥലത്ത് വെച്ച് മീറ്റ് ചെയ്തപ്പോൾ എൻ്റെ ഫ്രണ്ട് അവിടെ വെച്ച് കണ്ടിട്ട് അവരാണ് എൻ്റെ സത്യത്തിൽ വിളിച്ചത്. ഇത്രയൊക്കെ ആയിട്ട് സജിനയിത്ത പഠിച്ചില്ലെന്നുള്ളതാണ്. വീണ്ടും പിടിക്കും തോറും വീണ്ടും 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 അവിഹിതത്തിലേക്ക് പോയിരിക്കും. എനിക്ക് തോന്നുന്നു രക്തത്തിലെങ്ങാണ്ട് അലിഞ്ഞു തീർന്നയാന്ന് തോന്നുന്നു ഈ അവിഹിതം. ഇതുകൊണ്ടൊന്നും തീർന്നില്ല കേട്ടോ. ഈ ഒരു സമയത്താണ് ലക്ഷ്മി എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരിയുമായിട്ട് ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ആവുന്നത്. പുള്ളിക്കാരി ഇതുപോലെ ബിഗ് ബോസിലെങ്ങാണ്ട് ഉണ്ടായിരുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഡ്രഗ്സ് ഒക്കെ ഉപയോഗിക്കുന്ന ഒരാളായിരുന്നു. അങ്ങനെ ഈ ലക്ഷ്മിയുടെ പരിചയത്തിലുള്ള ഒരുത്തനുമായിട്ട് ഈ സജിന വീണ്ടും അവിഹിതത്തിലായി. അതിനെക്കുറിച്ച് ഫിറോസ് പറയുന്നുണ്ട്, കേട്ടോ. ലക്ഷ്മി അത്യാവശ്യം എല്ലാ ലഹരി പദാർത്ഥങ്ങളും ഉപയോഗിക്കുന്നതാണ്. അതിൻ്റെ ചില വീഡിയോകളും എൻ്റെ ഉണ്ട്, ഗൾഫിൽ വെച്ചിട്ട് ഉപയോഗിച്ചതിൻ്റെ വീഡിയോ ഉണ്ട്. അതിന് തൽക്കാലം ഞാൻ വിടുന്നില്ല അത്. അപ്പോൾ ഈ ലക്ഷ്മിക്ക് കുറച്ച് ടീമുകളുണ്ട്. ഹെവി ടീമുകളോട്ടാണ്. എല്ലാ ക്രിമിനൽസും പിന്നെ ഗുണ്ടകൾ, വലിയ സാമ്പത്തികമായിട്ടുള്ള ഹെവി പൊസിഷനിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ ആയിട്ടാണ് ഇവർക്ക് ഭയങ്കര കമ്പനി. ഇവർക്ക് ഈ കാലിക്കറ്റ് ഒരു ടീമുണ്ട്. അതിനകത്ത് ഉബി എന്ന് പറഞ്ഞിട്ട്, ഉബൈദ് എന്ന് പറഞ്ഞിട്ട് ഒരാളുമായിട്ട് പ്രണയത്തിലാണ്. അങ്ങനെ അയാളെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ പോകുമ്പോൾ ഇവളുടെ കാർ ഇവൾ തന്നെ ഡ്രൈവ് ചെയ്ത് പോകുന്നത് കൂട്ടായിട്ട് അവളുടെ അതേ ക്യാരക്ടറാണല്ലോ സജിനെ. അവരെ ഇവിടെ പിടിച്ചിട്ട് കൊണ്ടുവന്നതാണ്. കൊടൈക്കനാൽ കിട്ടുന്ന സംഭവം മാജിക് മഷ്റൂം ഇതൊക്കെ അടിക്കുക, ഇവർ മറ്റു പല ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുക. ഇങ്ങനെ അവർ എൻജോയ് ചെയ്ത് വേറൊരു ലോകത്താണ്. ഇതൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വേദനയൊക്കെ നമുക്ക് അടിച്ചു പിടിച്ച് കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ലാസ്റ്റ് ഈ ഉബി, അതായത് ലക്ഷ്മിയുടെ ലവർ ഉബിയുടെ സുഹൃത്താണ് മാനു സീക്കോ, സുലൈമാൻ മാനു എന്നാണ് അറിയപ്പെടുന്നത്. അവന് റെഡ്ബൽ എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടൽ ലീസിന് എടുത്തിട്ട് അത് റെൻ്റ് ഔട്ട് ചെയ്യുന്നത്, പിന്നെ അതുപോലെ മൊബിറ്റോ അങ്ങനെ എന്തൊരു ഹോട്ടൽ എടുത്ത് റെൻ്റ് ഔട്ട് ചെയ്യുന്നതും ലീസിനെടുത്ത് റെൻ്റ് ഔട്ട് ചെയ്യുന്നത്, പിന്നെ ഈ പ്രീമിയം കാറുകളുടെ ബിസിനസ്, സെക്കൻഡ് ഹാൻഡ് കാറുകളുടെ ബിസിനസ്സിങ് എന്ന് പറയും. പിന്നെ പല ഇല്ലീഗൽ പരിപാടിക്കും പുള്ളി പിടിക്കപ്പെട്ടിട്ടുണ്ട്. ഈവൻ ഗോൾഡ് കടത്തിന് പോലും പുള്ളി പിടിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ
പുള്ളിയും ഇവളുമായിട്ട് പക്കാ പ്രണയത്തില്ല. ഇവർക്ക് ഒന്നാമത് ഈ ഗുണ്ടകളെ പോലെയുള്ളവരും ഇങ്ങനെയുള്ള ഫ്രോഡുകൾക്ക് എപ്പോഴും ഫ്രോഡുകളെയാണല്ലോ ഇഷ്ടപ്പെടുന്നത്. എന്ത് പറയാനല്ലേ, നോ വേർഡ്. അതിലും നല്ല രീതിയിൽ അവിഹിതം ഉണ്ടായിരുന്ന ഒരാളാണ് ഈ പറയുന്ന സജിന. അതങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒറ്റ എന്ന് പറയുന്ന ഒരു സിനിമയിലേക്ക് സജിനയ്ക്ക് പാടാൻ അവസരം ലഭിച്ചത്. പാടാൻ ചെന്ന സമയത്ത് എന്തോ ആണ് ആ ഒരു സിനിമയിൽ ഒരു ചെറിയ വേഷം പുള്ളിക്കാരിക്ക് അഭിനയിക്കാൻ വേണ്ടി ചാൻസ് കിട്ടുന്നത്. അങ്ങനെയാണ് ആ സിനിമയിൽ വെച്ചാണ് റസൂൽ പൂക്കുട്ടിയുമായിട്ട് പരിചയപ്പെടുന്നത്. അവിടെ വെച്ച് തന്നെയാണ് പുള്ളിക്കാരിയുമായിട്ട് പ്രണയത്തിലാവുന്നത്. അങ്ങനെയാണ് പിന്നെ അങ്ങോട്ട് റസൂൽ പൂക്കുട്ടിയായിട്ടുള്ള സംഭവ വികാസങ്ങളൊക്കെ അരങ്ങേറുന്നത്. മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ സജിനയുടെ ഒന്നാമത്തെ അവിഹിതമൊന്നും അല്ല റസൂൽ പൂക്കുട്ടി. റസൂൽ പൂക്കുട്ടിക്ക് മുമ്പ് തന്നെ ഒരുപാട് അവിഹിതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും അവസാനമായിട്ട് റസൂൽ പൂക്കുട്ടിയുമായിട്ട് അവിഹിതത്തിലായി എന്നറിഞ്ഞപ്പോൾ ഈ പറയുന്ന ഫിറോസ് ഖാൻ എന്ത് ചെയ്തെന്നറിയോ? റസൂൽ പൂക്കുട്ടിയുടെ വീട്ടിൽ കയറി ചെന്ന് സംസാരിച്ചു. ഫിറോസ് റസൂലിന്റെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് റസൂൽ വീട്ടിലില്ലായിരുന്നു. റസൂലിന്റെ വീട്ടിലുണ്ടായിരുന്ന ചേട്ടൻ, അങ്ങനെ സഹോദരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ ആയിട്ടാണ് സംസാരിച്ചത്. അതിന്റെ വീഡിയോ ക്ലിപ്പ് ഈ പറയുന്ന ഫിറോസ് പുറത്തു വിടുന്നുണ്ട്. അതൊന്നും ഇവിടുത്തേക്കായിട്ട് വന്നതാണോ അതോ വേറെ വന്നിട്ട് പോലെയാണ്? അല്ല, ഇവിടുത്തേക്കായിട്ട് വന്നൊരു പേഴ്സണൽ മാറ്റർ പറയാൻ വേണ്ടിയിട്ട് വന്നായിരുന്നു. അപ്പോൾ അതിന്റെ കാരണക്കാരൻ റസൂൽ കുട്ടിയാണ്. ഞാൻ പുള്ളിയെ വിളിച്ച് അപ്പോൾ എനിക്ക് അത് പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം പുള്ളി ലൈഫ് കുടുംബമായിട്ട് ജീവിക്കുന്നതാണ്. നമുക്ക് അതിനകത്ത് പഠിച്ചൊക്കെ എനിക്കത്, പക്ഷെ നമ്മളെ നോവിക്കാനായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ നോവിക്കാൻ വേണ്ടി പുള്ളി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എൻ്റെ കുടുംബം തകർന്നു. പക്ഷെ അത് നിങ്ങൾ വിളിച്ചിട്ട് ഇനി ഉണ്ടാകും. വേറെ ഒന്നും ഞാൻ ഡിമാൻഡ് ചെയ്യുന്നില്ല. ഇനി നിങ്ങളുടെ ഡൈവേഴ്സായിട്ടില്ല ഒന്നുമില്ല. നിങ്ങളിപ്പോഴും എൻ്റെ കാര്യമാണ് മനസ്സിലായി. അപ്പോൾ നിങ്ങൾ വിളിച്ചിട്ടൊക്കെ കാര്യം ചെയ്യാൻ ഇനി സജിനയുമായിട്ട് സജിനെ പ്രൊട്ടക്ട് ചെയ്യാനോ സജിനെ കാണാനോ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനി വരാൻ പാടില്ല. ഇത് കാരണം ഞാൻ ഇനി തുറന്നു കഴിഞ്ഞാൽ, കാരണം നിങ്ങൾക്ക് തുടങ്ങാൻ പോകുന്നത് ഇനിയും പിടിയെ തുറന്നു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഇതിൽ പോകേണ്ടി വരും. കാരണം എൻ്റെ കുടുംബം നാട് പോകാൻ കഴിയും. പറയാ ഫിറോസ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നോമ്പും ഇതാക്കിയിട്ട് ഫിറോസ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല റസൂൽ. റസൂലിന്റെ കുടുംബമാണ് ഫസ്റ്റ്. മക്കളെയും തള്ളയും വിട്ടിട്ട് ഒരു ഏർപ്പാടും റസൂൽ എനിക്കത്തില്ല. പിന്നെ എന്റെ അനിയന്റെ ഭാഗത്ത് നിന്ന് ഒരു റോഗം ഉണ്ടാകുന്നത് ചേട്ടൻ പറയുന്നത് അവനിക്ക് അവന്റെ കുടുംബമാണ് വലുതെന്ന്, അല്ലാണ്ട് അങ്ങനെ ഒന്നും ചെയ്യത്തില്ലെന്ന് ചേട്ടൻ ഉറപ്പിച്ചു പറയുക. കുടുംബം ഫസ്റ്റ് ആയിട്ടുള്ള വ്യക്തിയാണ് ഇപ്പം അവിഹിതത്തിന് പോയത്. അന്ന് ഫിറോസ് റസൂലിന്റെ വീട്ടിലൊക്കെ പോയി ഇങ്ങനെയൊക്കെ സംസാരിച്ചെങ്കിൽ കൂടി പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. ഈ പറയുന്ന റസൂലും പിന്നെ സജിനയും വീണ്ടും അവിഹിതം മുന്നോട്ട് കൊണ്ടുപോയി. ആ ഒരു ബന്ധത്തിൽ സജിന 2-3 പ്രാവശ്യം ഗർഭിണിയും. ഇപ്പോഴാണെങ്കിൽ റസൂൽ പൂക്കുട്ടിക്ക് സജിനായ അടുത്ത ഒരു അവസ്ഥയിലാണ് കേട്ടോ. അതാണെങ്കിൽ സജിനയ്ക്ക് നന്നായിട്ട് മനസ്സിലാവുകയും ചെയ്തു. ഇതിപ്പം റസൂൽ പൂക്കുട്ടിയിൽ നിന്ന് ഇപ്പം 3 കോടി രൂപ നഷ്ടപരിഹാരം കിട്ടണമെന്നുള്ള രീതിയിലാണ് സജിന നിൽക്കുന്നത്. ഇല്ല എങ്കിൽ താനുമായിട്ടുള്ള ബന്ധം റസൂൽ പൂക്കുട്ടി തുടർന്ന് കൊണ്ടുപോകണം. ഇപ്പം ഇതാണ് സജിനയുടെ ആവശ്യം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് സജിനയുടെ ഒരു വോയിസ് പിന്നെ ഫിറോസ് പുറത്തു വിടുന്നുണ്ട്. അതൊന്ന് കേട്ടു നോക്കാം. ഇല്ല, ഇന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അയാൾക്ക് അയാളുടെ ഫാമിലി വേണ്ടെങ്കിൽ അയാൾ ഇന്ന് 3 CR ഇന്ന് ഇവിടെ കൊണ്ടുവരണം. എനിക്ക് പൈസ മതി മോനെ. എനിക്ക് ഇനി എന്തായാലും നേരെ വേണ്ട. എനിക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കണം. എന്റെ പൊന്നെ ഇല്ലല്ല, അപ്പുറത്തെ റൂമിൽ ഇരിപ്പുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടുന്ന് ഇറങ്ങുവാണെങ്കിൽ ഒന്നല്ലെങ്കിൽ എങ്ങനെ ഷാദിയാന്നുള്ളത് അയാളെ ഫാമിലിയും അയാളെ അഭിമാനമാണ് വരുന്നത്. അല്ലല്ല, എന്റെ അഭിമാന പ്രശ്നമല്ല. എന്നെ ഇത്രയും ചോദിച്ച് ഇയാളെ വൃത്തികേട് ഫിറോസ് വരെ പറഞ്ഞ വൈകിന്റെ കുറെ അല്ലല്ലല്ല, അത് കുഴപ്പമില്ല. ഞാൻ അകത്ത് പോയി കടന്നാലും കുഴപ്പമില്ല. ഇത് അവസാനിക്കുന്നത് ഇത് തന്നെയായിരിക്കും. 3 CR എനിക്ക് അയാൾ തന്നില്ലെങ്കിൽ ഒരു കുഴപ്പമില്ലല്ലോ. ഞാൻ എല്ലാം ചോദിക്കുന്നത് അതൊന്നും എനിക്ക് ഒരു കേട്ടില്ലേ. ഇതാണ് ഇപ്പൊ നിലവിൽ സജിനയുടെ ആവശ്യം എന്ന് പറയുന്നത്. ഇപ്പൊ റസൂൽ പൂക്കുട്ടി വിട്ടുപോയാലും കുഴപ്പമില്ല, ഒരു 3 കോടി രൂപ കിട്ടിയാൽ മതി എന്നാണ് പുള്ളിക്കാരി പറയുന്നത്. വല്ലാത്തൊരു പെണ്ണ് തന്നെ. വേറൊരു കാര്യം കൂടി ഇതിനകത്ത് ഫിറോസ് പറയുന്നുണ്ട്. ഈ റസൂൽ പൂക്കുട്ടിയുമായിട്ട് ബന്ധത്തിൽ ഇരിക്കെ തന്നെ വേറെ 2 കാമുകന്മാരുടെ കാര്യം പറയുന്നുണ്ട്. ഒരുപാട് തെളിവുകളാണ് ഫിറോസിന്റെ കയ്യിൽ ഇനിയും പുറത്തു വിടാത്തത് ഇരിപ്പുള്ളത്. സജിനയുടെ ഉമ്മായും റസൂൽ പൂക്കുട്ടി ഇവരൊക്കെ ആയിട്ട് സംസാരിക്കുന്ന കുറെ വോയിസ് ക്ലിപ്പും പിന്നെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളും എല്ലാം ഒത്തിരി എവിഡൻസ് ഒക്കെ ഈ പിന്നെ ഫിറോസിന്റെ കയ്യിലുണ്ട്. പുറത്ത് വിടാത്തത് ഇത്രയും കാര്യങ്ങളാണ് ഇപ്പൊ പുറത്ത് വിട്ടിരിക്കുന്നത്. എന്തായാലും ഒരുപാട് കാര്യങ്ങൾ ഇനിയും തുടർന്ന് ഫിറോസ് പറയുന്നുണ്ട്. എന്തായാലും ഞാൻ എല്ലാം കൂടെ എടുത്ത് കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഇതിനകത്ത് മർമ്മപ്രധാനമായിട്ടുള്ള ഭാഗങ്ങൾ മാത്രമേ ഞാൻ ഇതിനകത്ത് കാണിക്കുന്നുള്ളൂ. എന്തായാലും എന്റെ ഈ വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ ഏകദേശം മനസ്സിലാവും. കൂടുതൽ ഇനിയും ഈ കാര്യങ്ങൾ അറിയണമെന്നുള്ളവര് ഫിറോസ് ഖാന്റെ ചാനലിൽ പോയി കണ്ടാൽ മതി. ഞാൻ കൂടുതലൊന്നും എനിക്കിവിടെ പറയാനില്ല. ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് വെച്ചാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ ബൈ.